ഓം നമഃ ശിവായ. നമ്മൾ അമ്മയെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് സാധാരണ പോയി കാണാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴോ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടാകുമ്പോഴോ അപ്പോഴൊക്കെ മാത്രമാണ് നമ്മൾ അമ്മയെ കാണാൻ പോകാറുള്ളത്. വാസ്തവത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപൂർവ ഭാഗ്യമാണ് നമ്മുടെ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നും തന്നെ ഇങ്ങനൊരു വ്യക്തിയെപ്പറ്റി, ഇങ്ങനൊരു അവതാരത്തെപ്പറ്റി എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ നമ്മൾ മഹാപുരുഷന്മാരായിട്ട് ആരാധിക്കുന്നുണ്ട്. ഇവരാരും തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരു മഹാത്മാവും നമ്മുടെ സാധാരണ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളിൽ പോലും ശ്രദ്ധയോടെ കേൾക്കാനും അതിന് വേണ്ട ലൗകിക തലത്തിലുള്ള പരിഹാരങ്ങൾ പോലും നിർദ്ദേശിക്കാനും തയ്യാറായിട്ടുള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കുകയാണ് വൃന്ദാവനത്തിൽ എന്നറിഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അവിടെ പോയാലും ഒന്നാമത് ഭഗവാനെ വൃന്ദാവനത്തിൽ കണ്ടുപിടിക്കാനും പ്രയാസമാണ്. നീ മധുരയിലോ ദ്വാരകയിലോ എവിടെയാണ് ആയിക്കൊള്ളട്ടെ, ഭഗവാൻ അവിടെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹം മിക്കവാറും യാത്രയിലായിരിക്കും. ഈ യാത്രയിലല്ല നമ്മൾ ചെന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു, കാണാൻ പറ്റി. എന്നാൽ പോലും നമ്മുടെ കുട്ടി പഠിക്കുന്നില്ല, അല്ലെ എനിക്ക് വീട്ടിൽ ഭർത്താവിന് അസുഖമാണ്, ചികിത്സ കിട്ടണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ, ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളും കൊണ്ട് നമുക്ക് പോയി പറയാൻ സാധിച്ചെന്ന് വരത്തില്ല. കാരണം കൃഷ്ണനാണെങ്കിലും ശരി, രാമനാണെങ്കിലും ശരി, കുറച്ച് രാജകീയമായ പദവിയിലിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്തൊക്കെ നമ്മുടെ നിസ്സാര പ്രശ്നങ്ങളുമായിട്ട് ചെന്ന് കണ്ട് പറയാൻ സാധിച്ചൊന്നുമല്ല. കുചേലിനെ സാധിച്ചല്ലോ നമുക്ക് എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇപ്പോൾ അമ്മയെപ്പോലൊരു വ്യക്തി അമ്മയുടെ ജീവിതം മുഴുവൻ തന്നെ, അമ്മ ഉറങ്ങുന്നവരെ ഉറക്കമുണ്ടെങ്കിൽ അത്രയും സമയം അമ്മ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാത്രം ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അമ്മ എത്ര മണിക്കൂറുകളും കാത്തിരിക്കാൻ തയ്യാറാണ്. നമുക്ക് ആശ്രമത്തിൽ ചെല്ലുക, ഒരു ടോക്കൺ എടുക്കുക, ടോക്കണിൻ്റെ സമയം വരുമ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുക. അതിനിടയ്ക്കുള്ള സമയം മുഴുവൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ണോ ഉറങ്ങോ കറങ്ങി നടക്കുകയോ ഒക്കെ ചെയ്യാം. അമ്മയെ സംബന്ധിച്ചോളം നമ്മൾ ചെന്നെത്തുന്നവരെ രാത്രി എത്ര വൈകിയാലും അതുവരെ അമ്മ ആയിരിപ്പിരിക്കുകയാണ്, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ വ്യക്തിക്കും ആദ്യത്തെ വ്യക്തിക്കും ഒരേപോലത്തെ ശ്രദ്ധ അമ്മയുടെ നിന്ന് കിട്ടുന്നുണ്ട്. പ്രധാനമന്ത്രിയാണെങ്കിലും ശരി, ഒരു യാചകനാണെങ്കിലും ശരി, ഒരു രോഗിയാണെങ്കിലും ശരി, ഡോക്ടറാണെങ്കിലും ശരി, ആര് ചെന്നാലും ഒരേ സ്നേഹം, ഒരേ വാത്സല്യം, ഒരേ ശ്രദ്ധ അവർക്കെല്ലാവർക്കും അമ്മയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ ജീവിച്ചിരിക്കുന്നു. എന്തോ ഈശ്വര കൃപ കൊണ്ട് നമുക്ക് അമ്മയായിട്ട് ഒരു തരത്തിൽ ബന്ധപ്പെടാൻ പറ്റി. കുറഞ്ഞ പക്ഷം ഈ TV വഴിയെങ്കിലും നമ്മൾ ബന്ധപ്പെടുന്നുണ്ടല്ലോ അമ്മയായിട്ട്. അങ്ങനെ ബന്ധപ്പെടാൻ നമുക്ക് അവസരം ഉണ്ടായി. അമ്മയുടെ വാക്കുകൾ നമുക്ക് നേരിട്ട് ശ്രവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇത്രയും വലിയൊരു സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് അതിനെ നമ്മൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ, നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് അള്ളിക്കായി പോകാൻ പറ്റത്തില്ല. നമുക്ക് സമയമില്ല. നമുക്ക് ഒരുപാട് തിരക്കുണ്ട് ജീവിതത്തിൽ. അതിനിടയ്ക്ക് അവിടെ പോയി ഒരു ദിവസം മുഴുവൻ അവിടെ ചിലവാക്കാനുള്ള സമയം നമുക്ക് ഇല്ല. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്, അവരുടെ പരിമിതികളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് അമ്മയുടെ അടുത്ത് പോയി കാണണമെന്ന് താല്പര്യം ഉണ്ടാകും, പക്ഷേ ഭർത്താവിന് താല്പര്യം ഉണ്ടാവില്ല. ഭർത്താവിന് താല്പര്യം ഉണ്ടാവും, ഭാര്യമാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഇനി ഭർത്താവ് ആശ്രമത്തിലായി പോയാലോ, കുടുംബമൊക്കെ നോക്കാതായി പോയാലോ എന്ന് പേടിയുണ്ടാവും. ഇനി കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും, അച്ഛനമ്മമാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അമ്മയെ കാണുന്നതിൽ, നേരിട്ട് പോയി അമ്മയുടെ സാമീപ്യം നുകരുന്നതിൽ നമുക്ക് പല തടസ്സങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അമ്മയായിട്ടൊരു ബന്ധം, ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഈ ആത്മബന്ധം നമ്മൾ പലരും വേണ്ടതുപോലെ അത് വളർത്തിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ആ ഒരു ആത്മബന്ധം വളർത്തിയെടുക്കുമ്പം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് അതിൻ്റെ ഒരു പ്രായോഗിക വശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം, എങ്കിലേ ശരിക്കും അത് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കൃഷ്ണനോട് എല്ലാ യാദവർക്കും ബന്ധമുണ്ടായിരുന്നു, പക്ഷേ ആ ബന്ധം അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. ഉദ്ധവർ മാത്രമേ പ്രയോജനപ്പെടുത്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ബന്ധം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, സ്നേഹം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല. ഇപ്പോൾ അമ്മയുടെ അടുത്ത് നമുക്കൊക്കെ ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. ആ ഭക്തിയും വിശ്വാസവും ഒരുപക്ഷെ നമുക്ക് മറ്റ് ദേവീദേവന്മാരിലുണ്ടാവാം. ഈ ഭക്തിയും വിശ്വാസവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ നമുക്ക് സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിലപ്പം നമുക്ക് തന്നെ സംശയം തോന്നിയേക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈശ്വരനെ പറ്റി പരാതി പറയുന്നതായിട്ട് കണ്ടുവരാറുള്ളത് ഈ കാലത്ത് കൂടുതലും ഈ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്.
കാരണം ഒരു ദേവതയെ ആശ്രയിച്ചുള്ള ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് കാര്യം നടന്നില്ല, എന്നാൽ പിന്നെ അടുത്ത ക്ഷേത്രത്തിൽ പോകാം, അടുത്ത ദേവതയെ ആശ്രയിക്കാം, അടുത്ത ഗുരുവിൻ്റെ അടുത്ത് പോകാം. ഇങ്ങനെ ഒരു മാറി മാറി പോകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. പലയിടത്തും നിന്നും കിട്ടാതെ വരുന്നു. ചിലപ്പോൾ അതിനുവേണ്ടി മതം മാറുന്നു, എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി മതം മാറുന്നു. അങ്ങനെ മതം മാറിയിട്ട് ആ കാര്യം സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും തിരിച്ചവർക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹം വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മതത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇതൊരു ധാർമ്മികമായ ഒരു ജീവിത രീതിയുടെ കാര്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ച് മതം എന്നൊരു വാക്ക് തന്നെ അധികമൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഭാരതത്തിലങ്ങനെ പ്രതിബോധ വിദിത മതം എന്നുള്ളതാണ് നമ്മുടെ വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അവനവനെ ഉണ്ടാകുന്ന ഓരോ ചിന്തയിലും കൂടിയാണ് അവൻ ആ തത്വത്തെ അറിയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഓരോ വ്യക്തിനിഷ്ഠമാണ്. അതിനൊരു വലിയ സംഘടിത മതമായിട്ട് ഭാരതം ഒരിക്കലും കണ്ടിരുന്നില്ല. പക്ഷേ വിദേശ മതങ്ങൾ വന്നിട്ട് ഇതിനെക്കൊണ്ട് മതമായിട്ട് അവർക്ക് അങ്ങനെ മുദ്ര കുത്തിയേ പറ്റുള്ളൂ. അവരുടെ മതപ്രചരണത്തിന് ഇത് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദു മതം എന്നൊരു മതത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു, പിന്നെ മതമായിട്ട് കാണേണ്ടി വരുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതൊരു ധാർമ്മികമായ ജീവിത രീതിയാണ്. ഈ ധാർമ്മികമായ ജീവിത രീതി ആർക്കാണേലും ആവശ്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലാണെങ്കിലും അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടേതായ ചില ധർമ്മ നിയമങ്ങൾ, സംഹിതയുണ്ട്. എന്നാൽ ധർമ്മം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ലായിരിക്കും. പക്ഷേ ആ അടിസ്ഥാനമായിട്ട് അവരുടെ കാഴ്ചപ്പാട്, ജീവിതത്തെ പറ്റിയൊരു കാഴ്ചപ്പാട്, സമൂഹത്തെ പറ്റിയൊരു കാഴ്ചപ്പാട്, മനുഷ്യൻ നമ്മുടെ ബന്ധത്തെ പറ്റിയ കാഴ്ചപ്പാട് അവർക്കുണ്ട്. അതിലേത് സമൂഹത്തിലാണെങ്കിലും, പാശ്ചാത്യ സമൂഹത്തിന് അതുപോലെ ഉണ്ട്, മുതലാളിത്ത സമൂഹത്തിനുണ്ട്. അപ്പോൾ എല്ലാ സമൂഹത്തിനും അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഭാരതത്തിനും തനതായിട്ടൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പം ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ മെച്ചം എന്തെന്ന് വെച്ചാൽ ഏറ്റവും സമൃദ്ധമായ രാജ്യമായിരുന്നു ഭാരതം. അത് ആയിരത്താണ്ടുകളോളം ആ സമൃദ്ധി നിലനിർത്താൻ സാധിച്ചു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യാതെ തന്നെ വളരെയധികം ലോകത്തിലെ ഏറ്റവും അധികം സമ്പന്നമായ രാജ്യമായിട്ട് ഇത്രയും ദീർഘമായ കാലം നിലനിൽക്കാനും അതിനെ സംരക്ഷിക്കാനും അവർക്ക് സാധിച്ചു. അതിന് അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആന്തരികമായിട്ടുള്ള ഈ വ്യവസ്ഥയിൽ തന്നെ എന്ത് വ്യവസ്ഥയാണെങ്കിലും കാലം ചെല്ലുന്തോറും അതിനകത്ത് അപജയങ്ങൾ സംഭവിക്കാം. അങ്ങനെ നമ്മുടെ ഭാരതത്തിനകത്തുള്ള ധാർമ്മിക വ്യവസ്ഥയിൽ വന്ന അപജയം, മനുഷ്യനുണ്ടായ സ്വാർത്ഥത വർദ്ധിച്ചു, കൂടുതൽ ഭൗതികമായ ആഗ്രഹങ്ങൾ അവർക്ക് വർദ്ധിച്ചു. അപ്പോൾ ഇതിനെ സംരക്ഷിക്കേണ്ടവരുടെ ഇടയിൽ തന്നെ ദൗർബല്യം കടന്നു വന്നു. അങ്ങനെയൊക്കെയാണ് ഭാരതത്തിൽ ഇതിനൊരു വിദേശികൾക്ക് ആക്രമിച്ച് കീഴടക്കാൻ സാധിച്ചത്. ഭാരതത്തെ കീഴടക്കാനും മറ്റ് ചിന്താഗതിയിൽ ഇവിടുത്തെ കടത്തിവിടാനും സാധിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു രോഗഗ്രസ്തമായൊരു അവസ്ഥയിലാണ് ഭാരതം. പക്ഷെ എന്നാലും അതിനെ വീണ്ടെടുക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ രോഗപ്രതിരോധ ശക്തി വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ആരോഗ്യത്തിന്, രാഷ്ട്രത്തിൻ്റെ ആരോഗ്യത്തിന്. അപ്പോൾ അതിനാണ് അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ എല്ലാ കാലത്തും ഭാരതത്തിൽ അവതരിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവതരിച്ചിരിക്കുന്നു. ഒരു വലിയൊരു ദൗത്യമാണ് അമ്മ ഏറ്റെടുത്തിരിക്കുന്നത്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരിക എന്ന് മാത്രമല്ല, ലോകത്തിന് തന്നെ ഒരു വഴികാട്ടിയായിട്ടാണ് അമ്മ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ അമ്മയിലേക്ക് ഉറ്റുനോക്കുന്നു, അമ്മയുടെ മാർഗ്ഗദർശനത്തിന് കാത്തിരിക്കുന്നു.